നടക്കും ചെയർപേഴ്സണും ഭരണക്കാരും ജനങ്ങളെയാകെ ബാധിക്കുന്ന തെരുവുനായ വിഷയത്തിൽ നടപടിയൊന്നും കൈക്കൊള്ളാതെ ഉറക്കം നടിക്കും ഭരണക്കാരെ തെരുവുനായ ശല്യത്തിന് അറുതി വരുത്തുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടും പൊന്നാനി നഗരസഭ ഭരണസമിതി ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി യു മുനീബ് ഉദ്ഘാടനം ചെയ്തു. തെരുവുനായുടെ പ്രശ്നത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നടപടി അനുസരിച്ച് സുപ്രീം കോടതിയുടെ നടപടി അനുസരിച്ച് നാം കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെയാണ്? 2023 മുതൽ നഗരസഭകളിൽ ABC സെന്റർ സ്ഥാപിച്ചുകൊണ്ട് എനിമൽ ബർത്ത് കൺട്രോൾ നടപ്പിലാക്കണമെന്ന് നിരവധി ഉത്തരവുകൾ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് എനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നത്? നായകളെ പിടികൂടി താൽക്കാലിക ഷെൽട്ടറുകളിൽ അടച്ച് അതിനെ വന്ധീകരിക്കുകയും അതിന് വാക്സിൻ നൽകുകയും നിരീക്ഷിച്ച ശേഷം എവിടെ നിന്നാണോ നായയെ പിടിച്ചത് അവിടെ തന്നെ കൊണ്ടുവിടുകയും ചെയ്യുന്ന ഏത് നഗരസഭകൾക്കും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന പൊന്നാനി നഗരസഭയിൽ നിർബന്ധമായും നടപ്പിലാക്കേണ്ട പ്രോഗ്രാമാണ് ABC സെന്റർ പ്രോഗ്രാം എന്ന് പറയുന്നത്. പക്ഷേ പൊന്നാനി നഗരസഭയിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനിടക്ക് പൊന്നാനി നഗരസഭയിലെ തെരുവു നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു എന്ന് മാത്രമല്ല, ടൗണെന്നോ ഉൾഭാഗമെന്നോ വ്യത്യാസമില്ലാതെ കൂട്ടമായി തെരുവു നായകൾ ജനങ്ങളെ ആക്രമിക്കുന്ന നിരന്തരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഇല്യാസ് മൂസ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കടവനാട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റാഷിദ് നാലകത്ത്, അൻസാർ പുഴമ്പുറം തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. നിസാർ MP, UK അമാനുള്ള, ഖാദർ ആനക്കാരൻ, CP ഷിഹാബ്, ജമാൽ, മിദ്ലാജ് തയ്യിൽ, ഷൈൻ ബാബു, ഷബീർ മരക്കടവ്, അനസ് K, മഹ്റൂഫ്, SK ഷഫീഖ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.